ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ തുറമുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചപ്പോൾ വിഴിഞ്ഞമെന്ന ഈ കൊച്ചു മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് അഭിമാനവും ഒപ്പം ആശങ്കയുമുണ്ട്. കൂറ്റൻ മദർഷിപ്പുകൾ തുറമുഖത്തെത്തി തുടങ്ങിയതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലും തുറമുഖത്തിന്റെ ദൂരക്കാഴ്ച കാണാൻ എത്തുന്നതെങ്കിൽ പരിസരവാസികൾക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. പുരോഗതിയുടെ പുത്തൻ കാഴ്ചകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ തുറമുഖം വന്നതോടെ ജീവനോപാധിക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയാണ് പ്രദേശവാസികൾക്ക് വിശദീകരിക്കാനുള്ളത്. കടലിൽ മത്സ്യത്തിന്റെ ലഭ്യതക്കുറവും തുറമുഖം കൊണ്ടുവരുന്ന തൊഴിലവസരങ്ങളിൽ തദ്ദേശവാസികളോടുള്ള അവഗണനയും കൺമുന്നിലുയർന്ന തുറമുഖത്തെ സാക്ഷിയാക്കി പ്രദേശവാസികൾ വിശദീകരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണ് തുറമുഖമെന്നും അതങ്ങനെയല്ല എന്നുമുള്ള അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും തുറമുഖത്തിന്റെ പ്രാധാന്യവും ലോക സമുദ്ര വ്യാപാരത്തിൽ വിഴിഞ്ഞത്തിന്റെ ഭാവിയെയും കുറിച്ച് ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേറ്റത് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായ MSC സെലസ്റ്റീനോ മെരിക്ക എന്ന പടുകൂറ്റൻ മദർഷിപ്പാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പലിന് 400 മീറ്റർ നീളവും 61.5 മീറ്റർ വീതിയും 24,216 കണ്ടെയ്നർ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. 15 മുതൽ 17 മീറ്റർ വരെയാണ് കപ്പലിന്റെ ആഴം. നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരമായി അറിയപ്പെട്ടിരുന്ന പാരീസിലെ ഈഫൽ ഗോപുരവുമായി താരതമ്യം ചെയ്താൽ അതിനേക്കാൾ നീളമുള്ള കപ്പലാണിത്. ഈഫൽ ടവറിന് 324 മീറ്ററാണ് നീളമെങ്കിൽ സെലസ്റ്റീനോ മെരിക്ക മദർഷിപ്പിന് 400 മീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഒരു തുറമുഖ ഉദ്ഘാടനത്തിന് ഇത്രയും വലിയ കപ്പൽ വരുന്നത് ഇതാദ്യമായിരിക്കും. ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണ് വിഴിഞ്ഞത്തെന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത്. ഇന്ത്യയുടെ വാണിജ്യ കവാടമായി 2024 ജൂലൈ 11 തീയതി മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയതെങ്കിൽ 2022 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. ഇതുവരെ 285 കപ്പലുകളിൽ നിന്നായി 5,93,000 TEU 20 ഫ്രൂട്ട് ഇക്വലന്റ് യൂണിറ്റ് കൈകാര്യം ചെയ്തു. സ്ഥാപിത ശേഷിയുടെ 110% വരെ വിനിയോഗിക്കണമെന്ന നേട്ടവും ഇതിനിടെ തുറമുഖം കൈവരിച്ചു. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കങ്ങളിൽ 1ാം സ്ഥാനവും പ്രതിമാസം 1 ലക്ഷം TEU കൈകാര്യം ചെയ്ത തുറമുഖം എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കിയ ഉൾപ്പെടെയുള്ള പൊൻതൂവലുകൾക്ക് പുറമെ MSCയുടെ യൂറോപ്പിലേക്കുള്ള പ്രതിവാര സർവീസായ ജെറ്റ് സർവീസും വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. തുറമുഖത്തിന്റെ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് 45 കോടി രൂപയാണ് GST ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ആഴമേറിയ ഭാവി നിലവിലെ ധാരണ പ്രകാരം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ ഉൾപ്പെടെ 2028 ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് അദാനി വിഴിഞ്ഞം പോർട്ട് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. ഇതോടെ തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയി വർദ്ധിക്കും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയും ഉണ്ടായിട്ടുണ്ട്. 2, 3 ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും. ബ്രേക്ക് വാട്ടറിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം 1220 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകൾ, ബ്രേക്ക് വാട്ടറിനോടനുബന്ധിച്ച് 250 നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ, ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്ക് ആവശ്യമുള്ള 77.17 ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഹൈഡ്രജനുകളിലൂടെ കടൽ നികത്തി കണ്ടെത്തുക. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 9,500 കോടി രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ ചെലവ് പൂർണ്ണമായും അദാനി പോർട്സ് വഹിക്കും. 2025 മാർച്ച് 10 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചു. തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും നിർമ്മാണം 2028 പൂർത്തീകരിക്കുന്നതിനാൽ 4 ഘട്ടങ്ങളും കൂടി പൂർത്തീകരിക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിന്റെ ലാഭവിഹിതമായിരിക്കും അദാനി വിഴിഞ്ഞം പോർട്ട് സർക്കാരിന് 2034 മുതൽ നൽകുക.